നമസ്കാരം, ഞാൻ അഖിൽ. അഫാൻ എന്ന നരാധമൻ നടത്തിയ അതിക്രൂരവും മാരകവുമായ നരനായാട്ട്. എന്തിനായിരുന്നു ഈ കൊലപാതകങ്ങൾ മുഴുവൻ നടത്തിയത്? അല്ലെങ്കിൽ എന്തു നേടി? ഒരു ദിവസം വൈകുന്നേരത്തോടുകൂടി അഫാൻ എന്ന ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും പാറാവുന്ന പോലീസുകാരനോട് പറയുകയുമുണ്ടായി, സാർ, ഞാൻ 6 എണ്ണത്തെ തീർത്തു, 3 എണ്ണം തീർന്നു എന്ന കാര്യത്തിൽ ഉറപ്പാണ്, ബാക്കി 3 എണ്ണത്തിൻ്റെ കാര്യത്തിൽ എനിക്കുറപ്പില്ല. അത് കേട്ട പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അകത്തുണ്ടായിരുന്ന പോലീസുകാർ കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയും അഫാനോട് ചോദിക്കുകയുമുണ്ടായി എന്താണുണ്ടായത് എന്ന്. അപ്പോൾ അഫാൻ പറഞ്ഞു, തൻ്റെ കുടുംബത്തിലെ 6 പേരെ താൻ വധിച്ചിരിക്കുകയാണ് എന്ന്. അതിനുശേഷം അഫാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, താൻ എലിവിഷം കഴിച്ചിരിക്കുകയാണ് എന്ന്. അപ്പോൾ തന്നെ പോലീസുകാർ പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തുകയും അഫാനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം അഫാൻ പറഞ്ഞു കൊടുത്ത ലൊക്കേഷനിലേക്ക് ചെന്ന പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം അവിടുത്തെ കാഴ്ച അതിഭീകരവും മാരകവുമായിരുന്നു. അന്നേ ദിവസം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. രാവിലെ ഉമ്മായോട് ചെറിയ രീതിയിൽ വഴക്കുണ്ടാക്കുകയും അതിൻ്റെ ദേഷ്യത്തിൽ ഉമ്മാൻ്റെ കഴുത്തിൽ അഫാൻ ഷാൾ ഉപയോഗിച്ച് മുറുക്കുകയും തല ഭിത്തിയിലിടിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ അഫാൻ വിചാരിച്ചത് ഉമ്മ മരിച്ചു എന്നാണ്. തൊട്ടുപുറകെ ഉമ്മായെ ഒരു റൂമിൽ അടച്ചിട്ടതിന് ശേഷം അഫാൻ നേരെ പുറത്തേക്കിറങ്ങി. അവിടെ നിന്ന് അഫാൻ നേരെ പോയത് ഒരു ധനകാര്യ സ്ഥാപനത്തിലേക്കാണ്. അവിടെ ചെന്ന് 1500 രൂപ കടം മേടിക്കുകയും തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് കനമുള്ള ഒരു ചിറ്റികയും എലിവിഷവും മേടിച്ച് പാങ്ങോടുള്ള തൻ്റെ ഉമ്മൂമ്മാൻ്റെ വീട്ടിലേക്കാണ് പെട്ടെന്ന് പോയത്. അവിടെ ചെന്ന് സൽമാ ബീബി എന്ന തൻ്റെ ഉമ്മൂമ്മാനോട് ആ മാലയൊന്ന് കടം തരുമോ എന്ന് അഫാൻ ചോദിച്ചു. അപ്പോൾ ഉമ്മൂമ്മ പറഞ്ഞു പറ്റില്ല എന്ന്. അതിൻ്റെ ദേഷ്യത്തിൽ കയ്യിൽ കരുതിയിരുന്ന ചിറ്റിക ഉപയോഗിച്ച് തലയ്ക്ക് ആഞ്ഞടിച്ചു. 90-ലധികം വയസ്സ് പ്രായമുണ്ടായിരുന്ന ആ മുത്തശ്ശി തൽക്ഷണം മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. അവിടുന്ന് അഫാൻ നേരെ പുറത്തേക്കിറങ്ങി ഒരു ബാറിലേക്കാണ് പോയത്. അവിടുന്ന് മദ്യപിക്കുകയും മദ്യം പാർസൽ മേടിക്കുകയും ചെയ്തതിന് ശേഷം നേരെ പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിൻ്റെ കോൾ അഫാൻ്റെ ഫോണിലേക്ക് വന്നത്. അഫാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം പിതാവിൻ്റെ സഹോദരൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമോ, താൻ ചെയ്ത 2 കൊലപാതകങ്ങളും അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന ഭയത്തിൽ അഫാൻ നേരെ പോയത് പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ ലത്തീഫും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. ലത്തീഫ് പുറത്തിരുന്ന് അഫാനോട് സംസാരിക്കുന്ന സമയത്ത് ലത്തീഫിൻ്റെ ഭാര്യ അകത്തേക്ക് ചായ എടുക്കാൻ പോയി. ആ സമയം നോക്കി കയ്യിൽ കരുതിയിരുന്ന ചിറ്റി ഉപയോഗിച്ചുകൊണ്ട് അഫാൻ ലത്തീഫിൻ്റെ തലയ്ക്ക് ആഞ്ഞടിച്ചു. 20-ലധികം തവണയാണ് തലയിൽ ആഞ്ഞടിച്ചത്. അതിനുശേഷം നേരെ അടുക്കളയിൽ ചെന്ന് ലത്തീഫിൻ്റെ ഭാര്യയുടെയും തലയ്ക്ക് ആഞ്ഞടിച്ചു. ഇവരെ 2 പേരെയും കൊന്നതിന് ശേഷം അഫാൻ നേരെ പുറത്തേക്കിറങ്ങി. അടുത്ത അവൻ്റെ ലക്ഷ്യം ഫർസാന എന്ന തൻ്റെ പ്രണയിനിയായിരുന്നു. അതിനുവേണ്ടി അവൻ ആ പെൺകുട്ടിയെ വിളിക്കുകയും തനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് ആ പെൺകുട്ടി തൻ്റെ വീട്ടിൽ ട്യൂഷൻ ഉണ്ട് എന്നൊരു കള്ളം പറയുകയും അഫാൻ്റെ കൂടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ ചെന്നതിന് ശേഷം അഫാൻ ആ പെൺകുട്ടിയെ നേരെ തൻ്റെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ ഒരു കസേരയിൽ ഇരുത്തിയതിന് ശേഷം തൻ്റെ കുമ്പസാരം തുടങ്ങുകയും ചെയ്തു. അന്നേ ദിവസം അഫാൻ ചെയ്ത നീചകൃത്യങ്ങൾ മുഴുവൻ ആ പെൺകുട്ടിയോട് അവൻ തലകുനിച്ചിരുന്ന് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ആ പെൺകുട്ടി ഞെട്ടിത്തെരിച്ചുപോയി. ആ പെൺകുട്ടി അവനോട് ചോദിച്ചു, ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? ആ ചോദ്യം കേട്ടപ്പോൾ അഫാൻ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ചുറ്റി ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ തല പുളരും വരെ ആഞ്ഞടിച്ചു. ആ സമയത്തും ആ പെൺകുട്ടിയുടെ കണ്ണുകൾ അനങ്ങുന്നുണ്ടായിരുന്നു. ആ കണ്ണുകൾ നിശ്ചലമാകുന്നോടം വരെ അവൻ അവിടെ നോക്കിയിരുന്നു. കണ്ണുകൾ അടയുന്നതോടൊപ്പം ആ പെൺകുട്ടി കസേരയിൽ നിന്നും താഴേക്ക് വീണു. താഴേക്ക് വീണ അവളെ അവൻ താങ്ങിയെടുത്ത് വീണ്ടും കസേരയിലേക്ക് ഇരുത്തി. പോലീസ് വരുമ്പോൾ തല പിളർന്ന് കസേരയിൽ ഇരിക്കുന്ന രീതിയിലായിരുന്നു ആ പെൺകുട്ടിയെ കണ്ടത്. അതിനുശേഷം സ്കൂളിൽ പോയ അഫ്സാൻ എന്ന തൻ്റെ കുഞ്ഞനുജനെയും നോക്കി അവൻ വീടിന് പുറത്തേക്കിറങ്ങി. അഫ്സാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം 100 നാവാണ്. കാരണം മറ്റുള്ളവർക്കിടയിൽ വളരെയധികം നിഷ്കളങ്കമായി ചിരിക്കുകയും വളരെ സൗമ്യമായി നടക്കുകയും ചെയ്യുന്ന ഒരു പാവം പയ്യനായിരുന്നു അഫ്സാൻ. അഫ്സാനെ നാട്ടുകാർക്കെല്ലാം വളരെയധികം പ്രിയങ്കരനുമായിരുന്നു. സ്കൂൾ വിട്ട് അഫ്സാൻ വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞനുജനെയും നോക്കി അഫാൻ വീടിന് മുൻപിലുണ്ടായിരുന്നു. അഫ്സാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കുഴിമന്തി മേടിച്ചു തരാം എന്ന് പറഞ്ഞ് അഫാൻ അഫ്സാനെയും കൂട്ടി കടയിലേക്ക് പോയി. അവിടെ നിന്ന് കുഴിമന്തി പാർസൽ മേടിക്കുകയും അവർ നേരെ വീട്ടിലേക്ക് പോരുകയും ചെയ്തു. അഫ്സാൻ ഉമ്മ എന്ന് വിളിച്ച് വീടിനകത്തേക്ക് കയറുമ്പോൾ അഫാൻ കയ്യിൽ കരുതിയിരുന്ന ചുറ്റി ഉപയോഗിച്ചുകൊണ്ട് പുറകിൽ നിന്നും ആഞ്ഞടിച്ചു. താഴെ വീണ അഫ്സാനെ അഫാൻ തുടരെ വീണ്ടും ഇടിച്ചു. പോലീസ് കാണുമ്പോൾ ഒരു കണ്ണിൻ്റെ സ്ഥാനത്ത് ചിറ്റിയോടെ ഇടികൊണ്ട് ഒരു കുഴിവ് മാത്രമായിരുന്നു. അഫ്സാനെയും കൊന്നതിന് ശേഷം അഫാൻ നേരെ കുളിയും കഴിഞ്ഞ് പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്.
ഈ സമയത്തും അഫാന് ഒരു കാര്യം അറിയില്ലായിരുന്നു, തൻ്റെ ഉമ്മ മരിച്ചിട്ടില്ല എന്ന കാര്യം. പോലീസ് ചെല്ലുമ്പോൾ അവർക്ക് ജീവനുണ്ടായിരുന്നു. അവരെ നേരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ സമയത്ത് അഫാൻ്റെ ഉപ്പ സൗദിയിലായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റാതെ നിയമക്കുരുക്കുകളിൽ പെട്ട് കിടക്കുകയായിരുന്നു. അവിടുത്തെ സന്നദ്ധ സംഘടനകൾ ഇടപെട്ട് റെഡിയാക്കിയിട്ടാണ് അദ്ദേഹത്തിന് നാട്ടിൽ വരാൻ പറ്റിയത്. നാട്ടിലെത്തിയ അഫാൻ്റെ ഉപ്പ നേരെ പോയി കണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഭാര്യയെ പോയി കാണുമ്പോഴും അവർ പറഞ്ഞു താൻ കട്ടിലിൽ നിന്നും താഴെ വീണതാണ്. അഫാൻ ചെയ്തതാണ് എന്ന് ഒരിക്കലും അവർ പറഞ്ഞിരുന്നില്ല. ഈ സമയത്ത് അഫാൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തുകയായിരുന്നു. എന്തിനായിരുന്നു ഈ കൊലപാതകങ്ങൾ മുഴുവൻ നടത്തിയത് എന്ന്. 65 ലക്ഷം രൂപേൻ്റെ കടബാധ്യതയുണ്ടായിരുന്നു. ഏകദേശം 12 ആളുകളിൽ നിന്നായിരുന്നു ഈ പൈസ പലിശയ്ക്ക് മേടിച്ച്. അവർ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ കുടുംബത്തോടെ ഒന്നടങ്കം ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനിച്ചു. പക്ഷെ ഉമ്മാക്ക് പേടിയായതിനാൽ ആ ദൗത്യം നടന്നില്ല. പക്ഷേ ഈ കൃത്യം അഫാൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോഴും എന്തിനായിരുന്നു മറ്റുള്ളവരെ കൊന്ന എന്ന ചോദ്യം ബാക്കി നിൽക്കുകയായിരുന്നു. അതിനും അഫാൻ കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. ഉമ്മുമായ കൊല്ലാൻ കാരണം ഇപ്പോഴും ഉമ്മയെ കുറ്റപ്പെടുത്തുമായിരുന്നു. ഉപ്പ ഗൾഫിലാകാൻ കാരണവും തിരിച്ചു വരാൻ പറ്റാത്തതിൻ്റെ കാരണവും ഉമ്മയായിരുന്നു എന്നായിരുന്നു ഉമ്മൂമ്മ എപ്പോഴും കുറ്റപ്പെടുത്തിയിരുന്നത്. അതുപോലെ ലത്തീഫ് ഈ പ്രശ്നങ്ങൾക്കൊരിക്കലും പരിഹാരം പറഞ്ഞു കൊടുക്കാതെ എപ്പോഴും ഇവരെ കുറ്റപ്പെടുത്തി. അതായിരുന്നു ലത്തീഫിനോട് പ്രതികാരം അഫാന് തോന്നാൻ കാരണം. ലത്തീഫിൻ്റെ ഭാര്യയെ കൊല്ലുവാൻ ഒരിക്കലും അഫാന് പ്ലാനില്ലായിരുന്നു. ലത്തീഫിനെ കൊന്നതിന് ശേഷം ബാക്കി 2 പേരെ കൂടെ കൊല്ലുവാൻ അഫാന് പ്ലാൻ ഉണ്ടായിരുന്നു. ലത്തീഫിൻ്റെ ഭാര്യയെ വെറുതെ വിട്ടെന്നാൽ ഇവർ മറ്റുള്ളവരോട് ഇതെല്ലാം പറഞ്ഞാലോ എന്ന് ഭയന്നിട്ടാണ് ലത്തീഫിൻ്റെ ഭാര്യയെയും അഫാൻ കൊന്നത്. പിന്നീടുണ്ടായ 2 കൊലപാതകങ്ങളും അവനേറെ പ്രിയപ്പെട്ടവരായിരുന്നു. തൻ്റെ കുഞ്ഞനുജനും താൻ ഏറെ സ്നേഹിച്ചിരുന്ന പ്രണയിനിയും. തൻ്റെ കുഞ്ഞനുജൻ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാലോ എന്നോർത്തിട്ടായിരുന്നു അവനെയും കൊന്നത്. അതുപോലെ തന്നെ തൻ്റെ പ്രണയിനി താനാണ് ഇത് മുഴുവൻ ചെയ്തത് എന്നറിയുമ്പോൾ മറ്റുള്ളവർ ഇവളെ കുറ്റപ്പെടുത്തിയാലോ എന്നോർത്തിട്ടായിരുന്നു അവളെയും കൊന്നത്. അപ്പോഴും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനായിരുന്നു ഇവൻ ഇത്രമാത്രം മൃഗീയമായി ഈ 2 പേരെയും കൊന്നത്? ഈ ക്രൂരകൃത്യങ്ങൾക്ക് പുറകിലുള്ള മോട്ടിവേഷൻ ഇത് മാത്രമായിരുന്നോ, അതോ മറ്റെന്തെങ്കിലുമുണ്ടോ? പോലീസിന് എത്രയും വേഗം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ പറ്റട്ടെ എന്നും പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കട്ടെ എന്നും ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം.